മോൺട്രിയൽ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന കോഡുകളിൽ നിന്ന് ശരിയുത്തരം തിരഞ്ഞെടുക്കുക. മുകളിൽ പറഞ്ഞവയെല്ലാമാണ് ആൻസർ. ഓസോൺ ഇല്ലാതാക്കുന്ന കെമിക്കൽസിന്റെ നിർമ്മാണം നിർത്തിക്കൊണ്ട് ഓസോൺ പാളിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള എഗ്രിമെന്റ്. ഓസോൺ ഇല്ലാതാക്കുന്ന കെമിക്കലിന്റെ ഉപയോഗം കുറച്ചുകൊണ്ട് ഓസോൺ പാളിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള എഗ്രിമെന്റ് 1987 ഒപ്പുവെച്ചു. താഴെ പറയുന്ന ഹരിതഗൃഹ വാതകങ്ങളെക്കാളും ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ കുറവാണ് മീഥേൻ വാതകത്തിന്. ക്ലോറോഫ്ലൂറോകാർബൺ, നൈട്രസ് ഓക്സൈഡ് എന്നിവയെക്കാളും ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ കുറവാണ് മീഥേന്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ചിയിൽ കൂടുതലായി അടങ്ങിയിരിക്കുന്നത് പ്ലാസ്റ്റിക്കും മൈക്രോപ്ലാസ്റ്റിക്കും. അന്തരീക്ഷപാളിയായ ട്രോപ്പോസ്ഫിയറിൽ അനുഭവപ്പെടുന്ന ക്രമമായ താപനഷ്ട നിരക്കുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന. ഓരോ 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന നിരക്കിൽ താപം കുറയുന്നു. നദിയുടെ ഉപരിതലഘട്ടവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഉപരിഘട്ടത്തിൽ നിരവധി റില്ലുകൾ കൂടിച്ചേർന്ന് അരുവികൾ ആകുന്നു. ചേരുംപടി ചേർക്കുക. ജെ.എം. ചാറ്റർജി, ഭാരത് മാതാ സൊസൈറ്റി, ബരീന്ദ്രനാഥ് ഘോഷ്, അനുശീലൻ സമിതി, ചന്ദ്രശേഖർ ആസാദ്, ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ, വി.ഡി. സവർക്കർ, അഭിനവ് ഭാരത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ചിനാബസ് എന്ന കൃത്രിമ ദ്വീപുകൾ ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്? ആസ്ടെക് സംസ്കാരം. ക്യോട്ടോ പ്രോട്ടോക്കോളിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഹരിതഗൃഹവാതക സാന്ദ്രതയിൽ സ്ഥിരത കൈവരിക്കുക, ഭക്ഷ്യോൽപാദനം ഭീഷണിയിലാകുന്നില്ലെന്ന് ഉറപ്പാക്കുക. ഓപ്ഷൻ ബി ആണ് ആൻസർ. കേരളത്തിലെ താഴെ പറയുന്ന സാമൂഹിക സുരക്ഷാ പദ്ധതികളെ അതത് ഗുണഭോക്താക്കളുടെ ഗ്രൂപ്പുമായി പൊരുത്തപ്പെടുത്തുക. സാമൂഹിക സുരക്ഷാ പദ്ധതി ഗുണഭോക്തൃ ഗ്രൂപ്പ്. കാരുണ്യ ആരോഗ്യ പദ്ധതി ഗുരുതര രോഗബാധിതർ. പ്രവാസി ക്ഷേമനിധി പ്രവാസി കേരളീയർ. കിസാൻ അഭിമാൻ പദ്ധതി ചെറുകിട നാമമാത്ര കർഷകർ. കേരള കർഷക തൊഴിലാളി പെൻഷൻ പദ്ധതി വയോധിക കർഷക തൊഴിലാളികൾ. ജി.എസ്.ടി. കൗൺസിൽ ഓഫ് ഇന്ത്യയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? കേന്ദ്ര ധനകാര്യമന്ത്രിയാണ് ഇന്ത്യയുടെ ജി.എസ്.ടി. കൗൺസിലിന്റെ ചെയർമാൻ. കേന്ദ്ര സർക്കാരിന്റെ ഇ-ഗവേണൻസ് സംരംഭങ്ങളും അത് ആരംഭിച്ച വർഷവും. ഇ-ബിസ് 2013, മേഘ്രാജ് 2014, ദീക്ഷ 2017, മേരി പെഹചാൻ 2022. ഇ-ബിസ് 2013, മേഘ്രാജ് 2014, ദീക്ഷ 2017, മേരി പെഹചാൻ 2022. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്ന് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരിച്ചറിയുക. ആർട്ടിക്കിൾ 358 പ്രഖ്യാപനത്തോടെ ആർട്ടിക്കിൾ 19 സ്വയമേവ താൽക്കാലികമായി നിർത്തിവെക്കപ്പെടും. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന്റെ ഭരണഘടനാ സാധുത കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭരണഘടനാ ഭേദഗതിയിലാണ് മന്ത്രിസഭയുടെ വലുപ്പം ലോക്സഭയുടെയോ സംസ്ഥാന നിയമസഭയുടെയോ മൊത്തം അംഗസംഖ്യയുടെ 15% പരിമിതപ്പെടുത്തിയത്? 91-ാം ഭേദഗതി. ഇന്ത്യയിൽ ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിനെ നിയമിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? ഇന്ത്യൻ രാഷ്ട്രപതി. 1991 ഇന്ത്യക്ക് വായ്പ നൽകാനായി ലോകബാങ്കും IMFും സംയുക്തമായി ഏർപ്പെടുത്തിയ സ്വതന്ത്ര വിപണി സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ നിബന്ധന ഘടനാപരമായ ക്രമീകരണ പരിപാടികൾ എന്ന് അറിയപ്പെടുന്നു. താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ ജോഡി തിരിച്ചറിയുക. ബാബർ ഹിമാലയത്തിന്റെ അടിവാരത്തുള്ള ഇടുങ്ങിയ മേഖല, പാറക്കെട്ടുകളും ചരൽക്കല്ലുകളും നിറഞ്ഞ ഭൂപ്രകൃതി. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? അമാവാസ്യയിലും പൗർണമിയിലും വസന്തകാല വേലിയേറ്റങ്ങൾ സംഭവിക്കുന്നു. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ സി 3 മാത്രമാണ് തെറ്റായത്. ശരിയായവ: ഹോ ചി മിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് വിയറ്റ്നാം സ്ഥാപിച്ചു. ദക്ഷിണ വിയറ്റ്നാമിന്റെ ഏകാധിപതിയായിരുന്നു എൻഗോ ദിൻ ഡൈ.
1954 വിയറ്റ്നാമിലെ ഫ്രഞ്ച് ഭരണം അവസാനിച്ചു. താഴെ പറയുന്നവയിൽ ഏതാണ് പാഴ്സി നവീകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടത്? റാസ്റ്റ് ഗോഫ്തർ, റഹനുമായി, മസ്തയസ്തൻ സഭ. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മരോഗാണുക്കളെ നശിപ്പിക്കുന്നത്? ലൈസോസൈം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്ന ഊർജം നമ്മുടെ ശരീരത്തിൽ സംഭരിക്കപ്പെടുന്നത് ഏത് രൂപത്തിലാണ്? ഗ്ലൈക്കോജൻ. താഴെ പറയുന്നവയിൽ ഏതാണ് തെറ്റ്? മൂന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. ശരിയായവ: ആമാശയത്തിൽ നിന്നുള്ള ഭക്ഷണം ചെറുകുടലിൽ പ്രവേശിക്കുന്നു. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കൊഴുപ്പ് എന്നിവയുടെ പൂർണ്ണമായ ദഹനം ചെറുകുടലിൽ നടക്കുന്നു. അന്നനാള വഴിയാണ് ഭക്ഷണം ആമാശയത്തിലേക്ക് പ്രവേശിക്കുന്നത്. ആഗോള താപന സാധ്യത സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏതെല്ലാമാണ്? 2, 1, 4, 5 എന്നിവ ശരിയാണ്. കാർബൺ ഡയോക്സൈഡിനെ അപേക്ഷിച്ച് അന്തരീക്ഷത്തിൽ ഒരു ഹരിതഗൃഹ വാതകം കൊടുക്കുന്ന താപത്തിന്റെ അളവിനെ സൂചിപ്പിക്കുന്നു. GWP പലപ്പോഴും 100 വർഷത്തെ കാലയളവിലാണ് കണക്കാക്കുന്നത്. ഒന്നിലധികം ഹരിതഗൃഹ വാതകങ്ങളുടെ ആവാസ വ്യവസ്ഥയിലെ കൈമാറ്റങ്ങൾ സന്തുലിതമാക്കുന്നതിനും ഹരിതഗൃഹ വാതകങ്ങളുടെ ഉദ്വമനം കുറയ്ക്കുന്നതിനും തന്ത്രങ്ങൾ വികസിപ്പിക്കുന്നതിനും GWP ആശയം ഉപയോഗിക്കുന്നു. യൂട്രോഫിക്കേഷൻ സംഭവിക്കുന്നത് ഏത് മൂലകങ്ങൾ കൂടുമ്പോഴാണ്? ഫോസ്ഫറസ്, നൈട്രജൻ. പ്രമേഹത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ദീർഘകാലത്തേക്ക് ഉയർന്ന രക്തത്തിലെ പഞ്ചസാരയുടെ കാണപ്പെടുന്ന ഒരു ഉപാപചയ വൈകല്യമാണ് പ്രമേഹം. പാൻക്രിയാസിലെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളുടെ ഓട്ടോ ഇമ്മ്യൂൺ നാശം മൂലമാണ് ടൈപ്പ് 1 പ്രമേഹം ഉണ്ടാകുന്നത്. പെർനീഷ്യസ് അനീമിയയ്ക്ക് കാരണം വിറ്റമിൻ B12 കുറവാണ്. കൊറോണറി ഹൃദ്രോഗം തടയുന്നതിന് ശുപാർശ ചെയ്യുന്ന ഭക്ഷണക്രമത്തിൽ താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത്: ഉപ്പിന്റെ അളവ് പ്രതിദിനം 10 ഗ്രാമായി കുറയ്ക്കുക എന്നത് ശരിയല്ല. ശരിയായവ: മൊത്തം ഊർജ ഉപഭോഗത്തിന്റെ 10% താഴെയുള്ള പൂരിത കൊഴുപ്പിന്റെ ഉപഭോഗം പരിമിതപ്പെടുത്തുക, സങ്കീർണമായ കാർബോഹൈഡ്രേറ്റ് ഉപഭോഗത്തിൽ വർധനവ്, മൊത്തം കഴിക്കുന്നതിന്റെ 20-30% കൊഴുപ്പിന്റെ അളവ് കുറയ്ക്കുക. 2016 ആധുനിക ആവർത്തന പട്ടികയിൽ 4 പുതിയ മൂലകങ്ങൾ ചേർക്കപ്പെട്ടു. അങ്ങനെ ആവർത്തന പട്ടികയിൽ 7ാമത്തെ പീരീഡ് പൂർത്തിയായി. താഴെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ നിന്ന് പുതുതായി ചേർത്ത മൂലകങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്ത ഒറ്റ മൂലകം ഏതാണ്? ലിവർമോറിയം. ജൈവവൈവിധ്യത്തിന്റെ ഇൻസിറ്റു സംരക്ഷണത്തിന്റെ രീതികൾ: നാഷണൽ പാർക്കുകൾ, ബയോസ്ഫിയർ റിസർവുകൾ, നാഷണൽ പാർക്കുകൾ, സാങ്ച്വറികൾ. ഓപ്ഷൻ സി 3, 4 എന്നിവയാണ് ഇൻസിറ്റു കൺസർവേഷൻ. താഴെ പറയുന്നവയിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റമിൻ അല്ലാത്തത്: വിറ്റമിൻ സി. വിറ്റമിൻ സി, വിറ്റമിൻ ബി എന്നിവ വെള്ളത്തിൽ ലയിക്കുന്നവയാണ്. എ, ഇ, ഡി, കെ എന്നിവയാണ് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റമിനുകൾ. കോശ സിദ്ധാന്തത്തിന്റെ പരിധിയിൽ വരാത്ത ജീവി വിഭാഗം: വൈറസ്. പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന: താരതമ്യേന വീതി കുറവാണ്. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്നു. മടക്കുപർവ്വതങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന: സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപം കൊള്ളുന്നു. കാരക്കോറം പർവ്വതനിരയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന: കാരക്കോറം പർവ്വതനിരയിലാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത്. കാരക്കോറം പർവ്വതനിരയുടെ തുടർച്ചയാണ് ടിബറ്റിലെ കൈലാസ പർവ്വതനിരകൾ. മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ മംഗലാപുരം വരെ വ്യാപിച്ചു കിടക്കുന്ന കൊങ്കൺ റെയിൽവേ പിന്നിടുന്ന നദികളുടെ എണ്ണം 146. 1911 ഇന്ത്യയുടെ വ്യോമഗതാഗതം ആരംഭിച്ചത് എവിടെ നിന്നാണ്? അലഹബാദ് മുതൽ നൈനി വരെ. മെക്സിക്കോയിലെ വെട്ടിച്ചുട്ടി കൃഷി അറിയപ്പെടുന്നത് മിൽപ. ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ച വർഷം 1792 മാർച്ച് 18. ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിന്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി ഭൂതല ഛായാഗ്രഹണം.